കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ വൻ കവർച്ച. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 29 പവൻ സ്വർണവും 1/4 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നെക്ലേസ്, വളകൾ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ്, വലിയ മാല, കമ്മൽ, കുട്ടികളുടെ മാല, സ്വർണ്ണവള, കല്ലുവച്ച മാല തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 35 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിക്കും രാത്രി 8 മണിക്കുമിടയിലാണ് സംഭവം. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയും കുടുംബവും വീടുപൂട്ടി കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോൾ വീട്ടിനകത്ത് ലൈറ്റുകൾ കത്തിനിൽക്കുന്ന നിലയിലായിരുന്നു. അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തിത്തുറന്ന് തുണിത്തരങ്ങൾ വാരിവലിച്ചിട്ട് അകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിച്ചു കൊണ്ടുപോയതായി വ്യക്തമായത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് 2-3 പരാതി ഇങ്ങനെ ഒരു കടവ് നടന്നതിലൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നായിക്ക ഭാഗത്ത് തന്നെ ഒരു 5-6 മാസം മുമ്പായിട്ട് ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചീറുമ്പ ഭഗവതി അമ്പലത്തിൽ അത് കവർച്ച നടത്തിയ ശേഷം അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ റിക്കവറിയോ ഒന്നും നടന്നിട്ടില്ല. ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റിക്കവറിയോ ഒരാൾക്കാരെ പിടിക്കുകയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കുമ്പള.